കണ്ണൂർ പിണറായിയിലെ പാണ്ഡ്യാലമുക്ക്. കേരളം ഭരിച്ച കരുത്തനായൊരു മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ 10 വർഷമായി തകർന്നു കിടക്കുന്ന ആ പഴയ ജീപ്പ് നിങ്ങൾക്കറിയാമോ? എഞ്ചിനില്ല, ബാറ്ററി ഇല്ല, ടയറുകൾ തുരുമ്പെടുത്ത് മണ്ണിൽ പൂണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ കേട്ടോളൂ, കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ആ തകരക്കൂടിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുന്നത് നമ്മുടെ നാട്ടിലെ പോലീസുകാരാണ്. വെറുമൊരു ജീപ്പല്ല ഇത്. ഒരു മുഖ്യമന്ത്രിയുടെ അധികാര ഗർവിന് മുന്നിൽ ശൗചാലയം പോലും ഇല്ലാതെ കേരള പോലീസ് അനുഭവിച്ച ജീപ്പ് ജയിലാണ്. അധികാരം മാറിയതോടെ ആ നിഗൂഢതയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടുപടിക്കൽ നടന്ന ആ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ചുരുളുകൾ ഇതാ ഓരോന്നോരോന്നായി അഴിയുകയാണ്. മിസ് ചെയ്യരുത്, ഇത് കേരളം ഇതുവരെ കേൾക്കാത്ത സത്യങ്ങളാണ്. കേരളം കണ്ട ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണെന്ന് പറയപ്പെടുന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും വാർത്തയാകാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ വീടിന് മുന്നിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ലജ്ജിപ്പിച്ചു, തലതാഴ്ത്തിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, പിണറായി വിജയന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പോലീസുകാർ അനുഭവിച്ചു വന്ന നരകതുല്യമായ സാഹചര്യമാണ്. കണ്ണൂർ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ വീട്. മുഖ്യമന്ത്രി ആയതോടെ ആ വീടിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. എന്തിനെന്നറിയില്ല, പോലീസുകാരെ വിന്യസിപ്പിച്ചു. ഒരു ഗേറ്റ് ഹൗസോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാബിനോ പണിയുന്നതിന് പകരം അവിടെ കൊണ്ടുവന്നിട്ടത് ഒരു പഴയ പോലീസ് ജീപ്പാണ്. KL01 BR 9569 എന്ന നമ്പറുള്ള 2014 മോഡൽ ജീപ്പ്. ഈ ജീപ്പിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷം നടന്നത് എന്താണെന്ന് അറിയുമ്പോഴാണ് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവിന്റെ തണലിൽ നമ്മുടെ കാവൽക്കാർ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതോടെ, അധികാരത്തിന്റെ നിഴൽ മാറിയതോടെ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ആ ജീപ്പ് അവിടുന്ന് മാറ്റാൻ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇങ്ങനെയൊരു അനീതി നടന്നു? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ പറയുന്ന ജീപ്പ് ഒരു സാധാരണ വാഹനമല്ല. അത് 10 വർഷമായി ഒരടി പോലും അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. ഇതിന്റെ എൻജിൻ പ്രവർത്തനരഹിതമാണ്. ബാറ്ററി അഴിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇതൊരു തുരുമ്പിച്ച ഇരുമ്പ് പെട്ടി മാത്രമാണ്. അതിൽ കയറി ഇരിക്കാം എന്നല്ലാതെ വേറൊന്നുമില്ല. ഈ ഇരുമ്പ് പെട്ടിക്കുള്ളിലാണ് എയർ ക്യാമ്പിലെയും പിണറായി സ്റ്റേഷനിലെയും പോലീസുകാർ ഷിഫ്റ്റ് അനുസരിച്ച് 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്നത്. ഒരു ഗ്രേഡ് SIയുടെ നേതൃത്വത്തിൽ 6ഓളം പോലീസുകാർ ഇവിടെ ഉണ്ടാകും. കടുത്ത വേനലായാലും കോരിച്ചൊരിയുന്ന മഴയായാലും ഇവരുടെ അഭയം ഈ ജീപ്പ് മാത്രമാണ്. ഓർത്തു നോക്കൂ, കേരളത്തിലെ 40 ഡിഗ്രി ചൂടിലൊക്കെ ആ തകര ജീപ്പിനുള്ളിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ. അതിനുള്ളിൽ ഫാനില്ല, AC ഇല്ല, എന്തിന് ഒന്ന് തിരിഞ്ഞിരിക്കാനുള്ള സുരക്ഷ പോലുമില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം പോലുമില്ല. സുരക്ഷാ ഡ്യൂട്ടിക്കിടയിൽ ലഭിക്കേണ്ട മിനിമം വിശ്രമം പോലും ഈ ജീപ്പിന്റെ സീറ്റിലാണ് അവർ ചെലവഴിച്ചിരിക്കുന്നത്. മാനുഷിക പരിഗണന എന്നതിൻ്റെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്നതും ഈ തുരുമ്പിച്ച ജീപ്പിനുള്ളിൽ തന്നെയാണ്. പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഇതിലും വലിയ മറ്റൊരു ക്രൂരത കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നാൽ, പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ശൗചാലയം പോലും അനുവദിച്ചിരുന്നില്ല. സങ്കല്പിക്കുക, നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ വീടിന് സുരക്ഷ നൽകുകയാണ്. നിങ്ങളെ നിയോഗിച്ചത് സർക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനോ ഒന്ന് മുഖം കഴുകാനോ വെള്ളം കുടിക്കാൻ പോലുള്ള സൗകര്യം അവിടെ ഇല്ല. ഈ 10 വർഷക്കാലം പോലീസുകാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവർ തൊട്ടടുത്ത വീടുകളിൽ പോയി കൈകൂപ്പി ചോദിക്കുകയായിരുന്നു, അവരുടെ ബാത്റൂമുകൾ ഉപയോഗിച്ചോട്ടെ എന്ന്. ചേച്ചി, ഞാനൊന്ന് ഇവിടുത്തെ ബാത്റൂം യൂസ് ചെയ്തോട്ടെ, ചേച്ചി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്നൊക്കെ ഒരു പോലീസുകാരൻ കാവൽ നിൽക്കാൻ വരുമ്പോൾ ചോദിക്കുന്നതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയൽ വീട്ടിൽ പോയി കക്കൂസ് ഉപയോഗിക്കാൻ അനുവാദം ചോദിക്കേണ്ടി വരുന്നതൊക്കെ ആരുടെ പരാജയമാണ്? പിന്നീട് സമീപത്തൊരു സപ്ലൈകോ ത്രിവേണി സൂപ്പർ മാർക്കറ്റൊക്കെ വന്നപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസമായി. അവിടെയുള്ള ശൗചാലയം ഉപയോഗിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചു. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റ് പൂട്ടിക്കഴിഞ്ഞ രാത്രി സമയങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥർ എങ്ങോട്ട് പോകും? ഇരുട്ടത്ത് അവർ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ആരെങ്കിലും കേട്ടിരുന്നോ? ഈ 10 വർഷക്കാലം മുഖ്യമന്ത്രി ഭരണത്തിലിരുന്ന സമയത്ത്, പിണറായി വിജയൻ ഭരണത്തിലിരുന്ന സമയത്ത് ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞോ? ഇത് വെറും ഒരു ഭരണപരമായ വീഴ്ചയല്ല, ഇതൊരു തരം കൊടും ക്രൂരത തന്നെയാണ്. പിണറായി വിജയൻ എന്ന നേതാവ് എപ്പോഴും സംസാരിക്കുന്നത് മനുഷ്യാവകാശത്തെക്കുറിച്ചും തൊഴിലാളി വർഗത്തെക്കുറിച്ചും ഒക്കെ വാചാലനാവാറുണ്ട് അല്ലേ? എന്നാൽ സ്വന്തം വീട്ടുപടിക്കൽ വെയിലും മഴയും ഏറ്റ് കഴിയുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു. ഭരണത്തിലിരുന്നപ്പോൾ ഈ പോലീസുകാർക്ക് ഒരു ചെറിയ ക്യാബിൻ നിർമ്മിച്ചു നൽകാൻ അദ്ദേഹം എന്തുകൊണ്ട് താല്പര്യം കാണിച്ചില്ല? പോലീസുകാരുടെ സംഘടനകളൊക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രിയെ പേടിച്ച് അവർ വാ തുറന്നില്ലേ? ആഭ്യന്തരമാരുടെ കയ്യിലാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക.
അപ്പോൾ തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അകമ്പടി വാഹനങ്ങളും അത്യാധുനിക കമാൻഡോകളെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ഓർമ്മയുണ്ടല്ലോ, കറുത്ത കാറുകളുടെ ഒരു നിര തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വീടിന് കാവൽ നിൽക്കുന്ന സാധാരണ പോലീസുകാരെ വെറും ഒരു ഷോ പീസായി കണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ പോലും പരിഗണിച്ചില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ജീപ്പ് സ്റ്റേഷൻ എന്ന സംവിധാനം തന്നെ ഒരു വിചിത്രമായ നടപടിയായിരുന്നു. ഒരു മൊബൈൽ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കേണ്ട വാഹനം ബാറ്ററി പോലും ഇല്ലാതെ അവിടെ തുരുമ്പെടുപ്പിച്ചു. ഭരണമാറ്റം ഉണ്ടായതോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി പ്രതിപക്ഷ നേതാവ് ആയതോടെയാണ് സത്യം പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ ബുദ്ധി ഉദിച്ചത്. ഇപ്പോൾ പോലീസുകാർ രക്ഷപ്പെട്ടേ എന്നൊരവസ്ഥയിലാണ്. ഇപ്പോൾ സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ചേരുന്നുണ്ട്, നീഡ്സ് തയ്യാറാക്കുന്നുണ്ട്, അടിയന്തരമായി ജീപ്പ് മാറ്റാൻ ഉത്തരവിടുന്നുണ്ട്. ഇത്രയും കാലം ഈ ഉദ്യോഗസ്ഥർ ഉറക്കത്തിലായിരുന്നു. ഇത് കേവലം ഒരു വാഹനത്തിന്റെ പ്രശ്നമൊന്നുമല്ല, കേരള പോലീസിനുള്ളിലെ അടിമത്തത്തിന്റെ നേർക്കാഴ്ചയാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പോലും ഇവിടെ ഡ്യൂട്ടിക്ക് ഉപയോഗിച്ചിരുന്നു. 10 വർഷക്കാലം ഒരു മനുഷ്യൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരിക എന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവാഴ്ചയ്ക്കും നിയമങ്ങൾക്കും എല്ലാം നമ്മുടെ ഭരണഘടനയ്ക്കൊക്കെ എതിരാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഇതിനൊക്കെ എതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? 2014 ഡ്യൂട്ടി സംവിധാനം ആരംഭിച്ചപ്പോൾ ഇതൊരു താൽക്കാലിക ഏർപ്പാടാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ താൽക്കാലികം എന്നത് 10 വർഷം നീണ്ടിരുന്നു. KL01 BR 9569 എന്ന ആ വാഹനത്തിന്റെ ടയറുകളിൽ കാറ്റ് പോയിട്ട് വർഷങ്ങളായി. അതിനു മുകളിൽ പായൽ പിടിച്ചു. എന്നിട്ടും അതിനുള്ളിലിരിക്കാൻ നമ്മുടെ പോലീസുകാർ നിർബന്ധിതരായി. ഭരണമാറ്റം ഉണ്ടായതോടെയാണ് ഈ വിവരം മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടത്. മാധ്യമ വാർത്തകൾ വന്നതോടെയാണ് പൊതുസമൂഹം ഇതിന് തീവ്രത മനസ്സിലാക്കിയത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ട് പിണറായി സ്വന്തം മണ്ഡലത്തിൽ ധർമ്മടത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നതിന് പിന്നിലെ സത്യം? വാർത്തകൾ നൽകിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ IG തലത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടാൻ തയ്യാറായത്. ഈ ജീപ്പ് അവിടുന്ന് മാറ്റുന്നതോടെ ഒരു വലിയ കഷ്ടപ്പാടിന് അന്ത്യമാവുകയാണ്, ഒരു യുഗം അവസാനിക്കുകയാണ്. പക്ഷേ ഈ 10 വർഷത്തെ നഷ്ടപ്പെട്ട അന്തസ്സിന് ആര് പകരം നൽകും? അതെ, പിണറായി വിജയന്റെ വീട്ടുപടിക്കലെ ആ തുരുമ്പിച്ച ജീപ്പ് ഒടുവിൽ യാത്രയാവുകയാണ്. അത് ഓടിച്ചു കൊണ്ടുപോകാൻ എന്തായാലും കഴിയില്ല, മറിച്ച് മറ്റൊരു വണ്ടിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഓർക്കണം, ജീപ്പ് സ്റ്റേഷൻ അതെന്തായാലും ആ ജീപ്പിന്റെ മാത്രം അവസ്ഥയല്ല, കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ കൂടി അവസ്ഥയാണ്. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണകാലത്തിന്റെ ഒരു സിമ്പലായി നമുക്ക് ആ ജീപ്പിനെ കാണാം. തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ഒരു തൊഴിലാളിയുടെ പ്രാഥമിക ആവശ്യം പോലും മാനിച്ചില്ല. സുരക്ഷയുടെ പേരിൽ പോലീസുകാരെ ആ തകരക്കൂട്ടിൽ അടച്ചിട്ടു. അധികാരം പോയപ്പോൾ മാത്രം നടപടിയെടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതിക്കൂട്ടിലാണ്. ഈ ജീപ്പ് മാറുന്നതോടെ ആ പോലീസുകാർക്ക് സമാധാനമായി ശ്വസിക്കാം. അവർക്കിനി അയൽ വീടുകളിൽ ബാത്റൂമുകളിൽ പോയി ചോദിക്കേണ്ട, ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരില്ല. ഒരു നേതാവിന്റെ പ്രതിച്ഛായയ്ക്കപ്പുറം ആ നേതാവ് തന്റെ ചുറ്റുമുള്ള മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യം പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പദവിയും എല്ലാം തന്നെ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ? അപ്പൊ മനുഷ്യന്മാരെ തന്നെ ഇങ്ങനെ വലിച്ചിഴച്ചാൽ എന്താണ് അതിന്റെ അവസ്ഥ? അപ്പൊ ഈ ജീപ്പ് സ്റ്റേഷൻ നാടകം അവസാനിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: അധികാരത്തിന്റെ മത്ത് പിടിച്ച് മനുഷ്യത്വത്തെ മറക്കരുത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക, സത്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിണറായി വിജയൻ തന്റെ കാവൽക്കാരോട് കാണിച്ചത് നീതിയാണോ? കാവൽക്കാരല്ല, അവർ മനുഷ്യരാണ്. അപ്പോൾ അത് ക്രൂരതയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.